ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാക്കുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നും കോടികളുടെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് മിച്ചം. മുൻ സർക്കാർ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി കോടികളുടെ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും ഒന്നും പ്രാവർത്തികമായില്ല. ഓരോ വർഷവും മനുഷ്യജീവനുകൾ കൃഷിവിളകളും പൊലിയുമ്പോഴും ജനങ്ങളുടെ നിസ്സഹായതയ്ക്ക് മുന്നിൽ കൈമലർത്തുകയാണ് ഭരണകൂടം. മനുഷ്യജീവനുകൾ അപഹരിച്ചത് കൂടാതെ നിരവധി വീടുകളും കെട്ടിടങ്ങളും ഏക്കർ കണക്കിന് കൃഷിഭൂമികളും കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട്. ചിന്നക്കനാൽ മേഖലയിൽ മുൻകാലങ്ങളിൽ അരിക്കൊമ്പൻ എന്ന ഒറ്റയാനായിരുന്നു ആക്രമണകാരി. എന്നാൽ അരിക്കൊമ്പനെ കാട് കടത്തിയ ശേഷം കൂട്ടുകാരനായ ചക്കക്കൊമ്പൻ കളം പിടിച്ച കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ വേറെയും കാട്ടാനക്കൂട്ടങ്ങൾ മേഖലയിൽ വിലസുകയാണ്. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ പടയപ്പ എന്ന കാട്ടാന ചവിട്ടി തകർത്തിരുന്നു. സംഭവത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വനം വകുപ്പ് ജനവാസ മേഖലയ്ക്ക് സുരക്ഷിതത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും പലപ്പോഴും ഒഴിഞ്ഞുമാറുകയാണ്. ഇടുക്കി പാക്കേജിലടക്കം എത്രയോ പ്രഖ്യാപനങ്ങളുണ്ടായി. വനാതിർത്തി ജണ്ട കെട്ടിയും ഫെൻസിങ്ങുകൾ നിർമ്മിച്ചും ഒക്കെ സംരക്ഷിച്ച് വനാതിർത്തിക്കുള്ളിൽ തന്നെ വന്യമൃഗങ്ങളെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്തും എന്ന് പ്രഖ്യാപനമുണ്ടായി. ചിന്നക്കനാലിലാണ് ഏറ്റവും അധികം കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അവിടെ റേഡിയോ കോളർ സ്ഥാപിച്ച് ആന നിൽക്കുന്ന സ്ഥലം അവിടെയുള്ള തദ്ദേശവാസികൾക്ക് മനസ്സിലാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് പലവട്ടം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വാക്ക് പറഞ്ഞാണ്. ഇതൊന്നും നടപ്പിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറെ ആശങ്കയോടെയാണ് കഴിയുന്നത്. അടിയന്തരമായി ഗവൺമെന്റ് ഇക്കാര്യങ്ങളിൽ സജീവമായി ശ്രദ്ധ ചെലുത്തുകയും വനം വകുപ്പ് അധികൃതരെ കൊണ്ട് ഇത്തരം നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ല എങ്കിൽ ഇനിയും ഏറെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം സൂര്യനെല്ലിയിൽ അമ്മയെയും കുഞ്ഞിനെയും കാട്ടാന ആക്രമിച്ചതും വീട്ടമ്മയായ മാരിയമ്മ മരണപ്പെട്ടതും മകൻ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായതുമാണ് ഒടുവിലത്തെ സംഭവം. ഇനിയെങ്കിലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാരും വനം വകുപ്പും തയ്യാറായില്ലെങ്കിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഹൈറേഞ്ചിൽ രൂക്ഷമാകുമെന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.